ലാറി ഉടമയുടെ കൊലപാതകത്തിന് പിന്നിൽ 2 പേരെന്ന് സൂചന. 2 പേർ കാറിൽ കയറുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. 2 പേർ തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിലെന്നും സൂചനയുണ്ട്. വിവരങ്ങളുമായി ജിബിൻ JB ചേരുന്നുണ്ട്. ജിബിൻ, ഗുഡ് മോർണിംഗ്. ഈ 2 പേർ കസ്റ്റഡിയിലാണ് എന്നൊരു സൂചനയുണ്ടല്ലോ. ഇത് സംബന്ധിച്ച് മറ്റെന്തൊക്കെ വിവരങ്ങളാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്നത്? മൂത്തി വ്യവസായിയായിട്ടുള്ള ആൾ കളിക്കാവളയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്നലെയാണ്. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ നിർണായക വിവരങ്ങൾ തമിഴ്നാടിനും പോലീസിന് ലഭിച്ചതായി നമുക്ക് സൂചനകൾ ലഭിക്കുന്നത്. അതായത് നെയ്യാറ്റിൻകരയ്ക്കും അമരവിളയ്ക്കും ഇടയിൽ നിന്ന് 2 പേർ ഇദ്ദേഹത്തിൻ്റെ കാറിൽ കയറിയതായിട്ടുള്ള നിർണായക CCTV ദൃശ്യങ്ങൾ തമിഴ്നാട് പോലീസ് ഇതിനോടകം തന്നെ ശേഖരിച്ചു കഴിഞ്ഞുവെന്നും ഇവരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെന്നുമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല, ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് ദീപു എന്ന് പറയുന്ന യുവാവിനെ കൊല്ലാനായി ഉപയോഗിച്ചത് തെർമോകോൾ കട്ടറാണ്. അതായത് വിലപിടിപ്പുള്ള ക്വാളിറ്റിയുള്ള തെർമോകോൾ കട്ടറാണെന്നും ഇത് ഇദ്ദേഹത്തിൻ്റെ കഴുത്തിലേക്ക് കുത്തിയിറക്കിയ ശേഷം മുകളിലേക്ക് വലിച്ചതാണ് മരണകാരണമെന്നാണ് തമിഴ്നാട് പോലീസ് വ്യക്തമാക്കുന്നത്. ഇതിൻ്റെ തെളിവായി ഈ ഒരു തെർമോകോൾ കട്ടറിൻ്റെ ഒരു ഭാഗം, ബ്ലഡിൻ്റെ സ്റ്റെയിനുള്ള ഒരു തെർമോകോൾ കട്ടറിൻ്റെ ഭാഗം പോലീസിന് ലഭിച്ചതായിട്ട് നമുക്ക് സൂചനയുണ്ട്. മറ്റൊരു കാര്യം എന്ന് എടുത്തു പറയേണ്ടത്, ഈ ഒരു സീറ്റിൽ, അതായത് ഡ്രൈവർ സീറ്റിലും അതുപോലെ തന്നെ ഡ്രൈവർ സീറ്റിൻ്റെ സമീപത്തുള്ള സീറ്റിലും വലിയ രീതിയിലുള്ള രക്തക്കറകളാണ് ഉണ്ടായിരുന്നത്. ഇവരുടെ സീറ്റ് ബെൽറ്റൊക്കെ തന്നെ, ഈ 2 സീറ്റിലെയും സീറ്റ് ബെൽറ്റുകൾ രക്തത്തിൽ കുളിച്ച ഒരു അവസ്ഥയിലാണ് ഉണ്ടായിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഈ ദീപുവിൻ്റെ കഴുത്ത് ഏകദേശം 75% മുറിച്ചു മാറ്റപ്പെട്ട ഒരു നിലയിലാണ് മൃതദേഹം കാണപ്പെട്ടത്. ഈ വീട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം രാത്രി 7:45 വീട്ടിൽ നിന്ന് ഇറങ്ങിയ ദീപുവിൻ്റെ മരണവാർത്ത വീട്ടിലറിയുന്നത് രാത്രി തമിഴ്നാട് പോലീസ് 12:45 വീട്ടുകാരെ വിവരം അറിയിക്കുമ്പോഴാണ് ഇക്കാര്യം പുറത്തു വരുന്നത്. എന്തായാലും നമുക്കിപ്പോൾ എടുത്തു പറയാൻ സാധിക്കുന്നത്, ഈ പ്രതിയുടേതെന്ന് സംശയിക്കുന്ന ആളുടെ കൂടുതൽ CCTV ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു കൊലപാതകം നടന്ന സംഭവത്തിൽ നിന്ന് ഏകദേശം 1/2 കിലോമീറ്റർ പിന്നോട്ടുള്ള സ്ഥലത്ത് നിന്നാണ് ഈ ഒരു CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതായത് അത് വ്യക്തമാക്കുന്നത് രാത്രിയോടുകൂടി ഈ കൊലപാതകത്തിന് ശേഷം അദ്ദേഹം കേരളത്തിലേക്ക് കടക്കാൻ ശ്രമിച്ചു എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നത്. അത്തരത്തിലുള്ള സൂചനകളാണ് ഇപ്പോൾ തമിഴ്നാട് പോലീസിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് ലഭിക്കുന്നത്. അതായത് ഈ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് 8 ടീമുകളായാണ് ഇവർ അന്വേഷണം നടത്തിയത്. ഈ 8 ടീമുകളും ഈ 8 സംഘങ്ങളും എത്തിച്ചേർന്നിരിക്കുന്നത് നെയ്യാറ്റിൻകരയിലേക്കാണ്. അതായത് നെയ്യാറ്റിൻകര കേന്ദ്രീകരിച്ചാണ് ഈ ദീപുവിനെ കൊലപ്പെടുത്തിയ സംഘം കാറിൽ കയറിയിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അതായത് മലയാളി തന്നെയാണ് ദീപുവിനെ കൊലപ്പെടുത്തിയത് എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് ഇപ്പോൾ തമിഴ്നാട് പോലീസ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു തമിഴ്നാട് കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നത്. അതിനെ സാധൂകരിക്കുന്ന തെളിവുകളും തമിഴ്നാട് പോലീസിന് ഇപ്പോൾ ലഭിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ശരി ജിബിൻ.